2024 നമ്മൾ കുറേ കഷ്ടപ്പെട്ട് വീഡിയോസ് എടുത്ത് അത് എഡിറ്റ് ചെയ്ത് കുറേ ഹാർഡ് വർക്ക് ചെയ്ത് എന്നിട്ടും അതിനൊത്ത രീതിയിൽ ഒരു റീച്ചോ അല്ലെങ്കിൽ ഫോളോവേഴ്സോ ലൈക്കോ ഒന്നും വരാത്ത ആളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. 2025 നമുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ ആൽഗോരിതം മനസ്സിലാക്കി കറക്റ്റായിട്ട് എങ്ങനെ വീഡിയോസ് ചെയ്ത് നമുക്ക് റീച്ച് ആവാന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോയിൽ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൽഗോരിതം ടിപ്സുകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയുന്നത്. അതായത് 2025 നമ്മൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ വന്നേക്കുന്ന 2025 ആൽഗോരിതം മാറ്റങ്ങളാണ്. അതായത് ഇപ്പോൾ കഴിഞ്ഞ 2024 തൊട്ട് ഈ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ആൽഗോരിതത്തിൽ വന്ന മാറ്റങ്ങൾ കറക്റ്റാക്കി മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് നല്ലൊരു റീച്ചും നല്ലൊരു വ്യൂസും ലൈക്കെല്ലാം നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 കാര്യങ്ങളാണ് പറയുന്നത്. ഈ വീഡിയോയിൽ പറയുന്ന 3ാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1ാമത്തെയും 2ാമത്തെയും 4ാമത്തെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. 1ാമത്തെ കാര്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ഒരു ഡിസംബർ മാസം തൊട്ട് 2024 ഡിസംബർ മാസം തൊട്ട് ഒരു 80% ആൾക്കാരുടെ പേജിലെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടാവും. അതായത് നമ്മളൊരു പോസ്റ്റ് ഇടാൻ പോകുന്ന സമയത്ത്, റീൽസ് ഇടാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു പുതിയ ഫീച്ചർ വന്നിട്ടുണ്ട്, ട്രയൽ ഫീച്ചർ. അപ്പോൾ ഒരു പകുതി ആൾക്കാർ, ഇത് വന്നിട്ടുള്ള പകുതി മുക്കാൽ ആൾക്കാർ ഈ ഫീച്ചർ ഉപയോഗിക്കുന്നില്ല. അതിങ്ങനെ കാണുന്നു, ജസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു, വേഗം പോസ്റ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ അതിന് പകരം നമ്മൾ ഇനി ഇൻസ്റ്റാഗ്രാമിൽ അത് റീൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ ട്രയൽ ഫീച്ചർ എന്ത് ചെയ്യുക, നമ്മൾ എനേബിൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ റീൽ ഇടുമ്പം ട്രയൽ ആയിട്ടൊന്ന് ഇട്ട് നോക്കുക. അങ്ങനെ ഇട്ട് നോക്കുന്നുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ഏതൊരു ഫീച്ചർ പുറത്തേക്ക് വിടുന്ന സമയത്തും അവർക്ക് അതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു ടാർഗറ്റ് ഉണ്ട്. അതായത് എന്തിനു വേണ്ടിയാണ്, അതുകൊണ്ടുള്ള ഗുണം. അല്ലാതെ ഒരിക്കലും ഒരു ഫീച്ചർ പോലും ഇൻസ്റ്റാഗ്രാം പുറത്തേക്ക് പബ്ലിഷ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഈ ട്രയൽ ഫീച്ചർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ പോസ്റ്റ് ട്രയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് തന്നെ ട്രയലായിട്ട് കാണാൻ പറ്റും. ഇത് പോസ്റ്റ് ചെയ്യുന്നു, പക്ഷേ എന്നാൽ എല്ലാവർക്കും വിസിബിൾ ആയിട്ടായിരിക്കില്ല. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒരു ഓഡിയൻസ് കാണുന്ന പോലെ, നമ്മുടെ ഒരു വ്യൂവർ കാണുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനകത്തുള്ള മിസ്റ്റേക്ക്, അത് ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുക, അതിൻ്റെ ഇൻട്രോ ശരിയാണോ, അതേപോലെ തന്നെ എന്തെങ്കിലും സൈഡിൽ കട്ടായി പോകുന്നുണ്ടോ, നമ്മുടെ ടെക്സ്റ്റ് കൊടുത്തത് നമ്മുടെ ലൈക്കിൻ്റെ ചിഹ്നത്തിൻ്റെ ബാക്കിലോ അല്ലെങ്കിൽ ഷെയർ ചിഹ്നത്തിൻ്റെ ബാക്കിലോ ആണോ എന്തെങ്കിലും പെട്ടു പോകുന്നുണ്ടോ, ടെക്സ്റ്റ് കാണാത്ത രീതിയിൽ മറഞ്ഞു പോകുന്നുണ്ടോ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ട്രയൽ ഫീച്ചർ ഉണ്ടെങ്കിൽ. അതിന് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒക്കെ വേറെ കുറേ ഉണ്ട്. പക്ഷെ അതിനേക്കാട്ടിലൊക്കെ ഏറ്റവും സേഫ് ആയിട്ടുള്ളതും ഏറ്റവും നല്ലതും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ തന്നെ ഈ ഫീച്ചർ ഉപയോഗിക്കുന്നതാണ്. അത് മാക്സിമം ഉപയോഗിക്കാൻ നിങ്ങൾക്ക് നല്ലൊരു റീച്ചിൽ മാറ്റം വരും. അത് മാത്രമല്ല, നമ്മൾ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഉപയോഗിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഫീച്ചേഴ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരെ ഇൻസ്റ്റാഗ്രാം കുറച്ച് പുഷ് ചെയ്യും. കാരണം അവരൊരു പുതിയ ഫീച്ചർ ഇറക്കുന്ന സമയത്ത് നമ്മളത് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും കൂടി നമുക്കുണ്ടാവും. അവിടെ 2ാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഇത്രയും കാലം ഇൻസ്റ്റാഗ്രാം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൽഗോരിതം എന്ന് പറയുന്നത് ഫോളോവേഴ്സ് ബേസിലാണ്. ഇപ്പൊ അത് മാറിയിട്ട് ഇൻട്രസ്റ്റ് ബേസ് ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ നമ്മൾ ഒരു ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ആളാണ്, ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ആളാണ്, അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സിന്റെ വീഡിയോസ് അല്ലെങ്കിൽ ഒരു ഫാഷൻ റിലേറ്റഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ, അത് ഷെയർ ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കൂടുതൽ കാണുന്നതും എൻഗേജ് ചെയ്യുന്നതും ക്രിക്കറ്റ് വീഡിയോസും ഫുട്ബോൾ വീഡിയോസും ആണെങ്കിൽ നമുക്ക് വരുന്ന കണ്ടന്റുകൾ ഇൻസ്റ്റാഗ്രാമിൽ അതേപോലെ തന്നെ ഇങ്ങനെ പല ടൈപ്പ് ഓഫ് വീഡിയോസ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ക്രിക്കറ്റിന്റെ കുറച്ചങ്ങ് വീഡിയോ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മുഴുവൻ നമ്മുടെ ആ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ലായിരുന്നു. നമുക്ക് റീൽ ആയിക്കോട്ടെ, പോസ്റ്റുകളായിക്കോട്ടെ, നമ്മളിപ്പോൾ ഡേവിഡ് ബെക്കാമിനെ ഫോളോ ചെയ്ത് വെക്കുന്നുണ്ട്, പുള്ളിൻ്റെ റീൽസ് ഇങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരും. അതായത് പണ്ട് നമുക്കൊരു 10 റീല് കാണുന്ന സമയത്ത് 8 റീലും നമ്മൾ ഫോളോ ചെയ്ത് വെച്ചിട്ടുള്ള ആൾക്കാരുടെ ബേസ് ചെയ്തായിരുന്നു വരിക. ഇപ്പം അത് മാറിയിട്ട് നമ്മൾക്ക് എന്താണോ ഇഷ്ടമുള്ളത്, നമ്മൾ എന്താണോ കൂടുതൽ സെർച്ച് ചെയ്യുന്നത്, നമ്മൾ എന്താണോ നമ്മുടെ ഫ്രണ്ട്സിനോട് കൂടുതൽ സംസാരിക്കുന്നത്, ഇതടക്കം ക്യാപ്ചർ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാം അത് മനസ്സിലാക്കി നമുക്ക് അങ്ങനത്തെ കണ്ടന്റുകളാണ് ഇൻസ്റ്റാഗ്രാം നമുക്ക് തരുന്നത്. അങ്ങനെ വരുമ്പോൾ കൂടുതൽ നേരം നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ കയറ്റിയിരുത്താനും നമ്മളിരുന്ന് വീഡിയോ ഇരുന്ന് ഏത് നേരം കണ്ടുകൊണ്ടിരിക്കുന്നതിനും കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് വീഡിയോസ് ഇൻസ്റ്റാഗ്രാം തരാൻ തുടങ്ങി. അപ്പം നമ്മൾ കൂടുതലായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. അപ്പം നമ്മളൊരു ക്രിയേറ്ററാണ്, നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വൈറലാവണം, നമുക്ക് റീച്ച് വേണം എന്നുള്ള ഒരാൾക്ക് ഈ ആൽഗോരിതത്തിനെ എങ്ങനെ യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മാക്സിമം വീഡിയോസ് ഇടുന്ന സമയത്ത്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ കുക്കിംഗ് വീഡിയോസ് ഇടാറുണ്ട്, അതേപോലെ തന്നെ ട്രാവൽ വീഡിയോസ് ഇടാറുണ്ട്, വ്ളോഗ് ഇടാറുണ്ട്, ഡെയിലി വ്ളോഗ് ഇടാറുണ്ട്. ഇങ്ങനെ പല വീഡിയോകൾ ഇട്ട് നോക്കുന്നു, വൈറലാവുന്നില്ല. പക്ഷെ അതിൽ ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് നമുക്ക് വൈറലായി എന്ന് വെക്കുക, ഒരു കുക്കിംഗ് വീഡിയോ വൈറലായി. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഇൻട്രസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൂടുതൽ വീഡിയോസ് ചെയ്യുക. ചിലപ്പോൾ നമ്മുടെ ഫോളോവേഴ്സിനോ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിനോ ചിലപ്പോൾ അത് ഇഷ്ടമാവണമെന്നില്ല. അവർക്ക് ചിലപ്പോൾ നമ്മളോട് പറയും, നിങ്ങൾ കുറച്ചുകൂടി ഫാഷൻ സെൻസ് ഉള്ള വീഡിയോസ് ചെയ്യുക, അതാണ് നിനക്ക് ചേരുക. പക്ഷെ നമ്മൾ അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒരു കുക്കിംഗ് വീഡിയോ ഇട്ടു, അത് വൈറലായി കഴിയുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ മറ്റു വീഡിയോകളെ അപേക്ഷിച്ച്
ഏത് കണ്ടന്റിനാണോ ഒരു ഇച്ചിരിയെങ്കിലും കൂടുതൽ വ്യൂ കിട്ടുന്നത് അല്ലെങ്കിൽ റീച്ച് കിട്ടുന്നത് ആ കണ്ടന്റ് ആ ഇൻട്രസ്റ്റിലുള്ള വീഡിയോസ് നമ്മൾ കൂടുതൽ ചെയ്യുക. വീഡിയോയുടെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ മൂന്നാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ കാര്യം ഇത്രേ ഉള്ളൂ, നമ്മൾ ഉപയോഗിക്കുന്ന ഹാഷ്ടാഗുകളെ പറ്റിയിട്ടാണ്. ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് ആവാൻ ഉറപ്പായിട്ടും ഹാഷ്ടാഗുകൾ വേണം. അപ്പോൾ കുറേ ഇടയ്ക്ക് കുറേ പേര് വീഡിയോയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഹാഷ്ടാഗ് ഉപയോഗിക്കരുത്, അങ്ങനെയാക്കരുത് ഇങ്ങനെയാക്കരുത് എന്നൊക്കെ. പക്ഷേ ഹാഷ്ടാഗ് ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ബാൻഡ് ഹാഷ്ടാഗ്സ് ഉപയോഗിക്കുമ്പോഴാണ്. അപ്പോൾ ഈ ബാൻഡ് ഹാഷ്ടാഗ്സ് ഉപയോഗിക്കുന്നത് നമുക്കിപ്പോൾ ഏത് ഹാഷ്ടാഗാണ് ബാൻഡ് അല്ലെങ്കിൽ ഏത് ഹാഷ്ടാഗാണ് കറക്റ്റ് ആയിട്ടുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളാണ് IQ ഹാഷ്ടാഗ്. അപ്പോൾ IQ ഹാഷ്ടാഗ് എന്നുള്ള ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഇവിടെ കയറി കഴിഞ്ഞാൽ അങ്ങനെ കാണാൻ പറ്റും എൻ്റർ ഹാഷ്ടാഗ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഹാഷ്ടാഗുകൾ ഓരോ പോസ്റ്റ് ഇടുന്ന സമയത്ത് ഒരു 5 ഹാഷ്ടാഗുകൾ നമ്മൾ ഉപയോഗിച്ചാൽ മതി, അതിൽ കൂടുതൽ ഉപയോഗിക്കേണ്ട. ഈ 5 ഹാഷ്ടാഗുകൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അടിയിൽ വരുന്ന റിസൾട്ട് നമ്മൾ നോക്കിയതിന് ശേഷം മാത്രം പോസ്റ്റ് ഇടുക. കാരണം ഒരിക്കലും ഹാഷ്ടാഗ് ഉപയോഗിക്കാതിരിക്കരുത്. ഹാഷ്ടാഗ് ഉപയോഗിക്കുന്ന റീച്ച് നല്ലതാണ്. ടോപ്പിക്സ് ആണ് ഇപ്പോൾ ഹാഷ്ടാഗ് എന്ന് പറയുന്നത്. ടോപ്പിക്സ് എന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ പറയുക. അത് നമ്മുടെ ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് എത്താൻ സഹായിക്കും. പക്ഷേ നമ്മൾ ഒരിക്കലും ബാൻഡ് ഹാഷ്ടാഗ് ഉപയോഗിക്കരുത്. അത് കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഒരു ടൂളാണ് IQ ഹാഷ്ടാഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം സൈറ്റിന്റെ, നിങ്ങൾക്ക് കയറി നോക്കിയാൽ മതി. നാലാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് റീച്ച് ആവണം എന്ന് ആഗ്രഹമുള്ള ആളാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ഈ കാര്യം, നാലാമത്തെ കാര്യം അതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. നമുക്കറിയാം, നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം, നമ്മളിങ്ങനെ റീലിൽ കയറും, ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നമ്മളിങ്ങനെ സമയം പോകുന്നത് ഇങ്ങനെ അറിയുന്നില്ല. നമ്മുടെ ഇഷ്ടപ്പെട്ട കണ്ടന്റുകൾ നമ്മളിങ്ങനെ കണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വേണമെങ്കിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ ഒരിക്കലും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലിമിറ്റിൽ കൂടുതൽ നമ്മൾ മറ്റുള്ളവരുടെ റീൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കരുത്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിന് മനസ്സിലാവും ഈ ആള് ഇൻസ്റ്റാഗ്രാമിൽ റീൽ അപ്ലോഡ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് സ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ റീലുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ അതിന് പ്രത്യേക ഒരു പരിഗണന ഇൻസ്റ്റാഗ്രാം കൊടുക്കാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അല്ല, ഇൻസ്റ്റാഗ്രാം എല്ലാം ഒരാളെ കൊണ്ട് ഒരു സാധനം ഉപയോഗിപ്പിക്കുന്ന അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ചാണ്. നമുക്ക് എന്ത് ചെയ്യാനാണോ താല്പര്യം അതിനുള്ള ഫ്രീഡമാണ് ഇൻസ്റ്റാഗ്രാം തരിക. ഇപ്പൊ നമ്മളിപ്പോൾ ഒരു സാധനം എവിടെയെങ്കിലും പർച്ചേസ് ചെയ്യാൻ വേണ്ടി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആഡ് ഇൻസ്റ്റാഗ്രാമിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻട്രസ്റ്റിന്റെ ബേസിലാണ്. ഇൻസ്റ്റാഗ്രാമിന് മനസ്സിലാവും ഇയാൾ ഇതിൽ കംഫർട്ടബിൾ ആണ് റീല് കാണാനാണെങ്കിലും ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നത്. അപ്പോൾ അയാൾക്ക് പ്രത്യേകിച്ച് റീച്ച് കൊടുക്കുന്ന കാര്യങ്ങളോ ഒന്നും, പ്രത്യേകിച്ച് ഒരു പുഷോ ഒന്നും ഇൻസ്റ്റാഗ്രാമിന്റെ സൈഡിൽ നിന്ന് വേണ്ടതില്ല. നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ നമ്മൾ കണ്ടന്റ് ക്രിയേഷനിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണ്. അത് നമ്മൾ കണ്ടന്റിൽ നമുക്ക് റീച്ച് ഇല്ലാതെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ എക്സിറ്റ് ചെയ്തിട്ട് പോകും. അതിന് പകരം നമ്മൾ കണ്ടന്റ് റീച്ച് ഒന്നും മൈൻഡ് ആക്കാണ്ട് നമ്മളിങ്ങനെ റീൽ സ്ക്രോൾ ചെയ്തിരിക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാം റീച്ച് ആയാലും നമ്മളുടെ കണ്ടന്റ് റീച്ച് ആയാലും ഇല്ലെങ്കിലും ആ ആൾ അവിടെ തന്നെ ഇരിക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണ അവർക്ക് ഉണ്ടായിട്ട് എന്ത് ചെയ്യും, അവർക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒരു പുഷോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള സപ്പോർട്ടോ നമുക്ക് കിട്ടൂല. അപ്പോൾ അതിന് പകരം നമ്മൾ റീൽ അപ്ലോഡ് ചെയ്യുന്നു, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് പോവുക. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം റീലുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടി കുറച്ചിട്ട് മാക്സിമം നമ്മുടെ കണ്ടന്റിൽ ഫോക്കസ് ചെയ്യും.